KPCC നേതൃത്വം വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ കേരളത്തിലേക്ക് വയനാട്ടിലേക്ക് കയറുകയാണെങ്കിൽ ഒരു വീണു കിട്ടിയ നിധി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വലിയ അത്ഭുതം തന്നെ സൃഷ്ടിക്കും, ഒരു ഭാഗ്യം നമുക്കുണ്ടായിത്തീരും. അദ്ദേഹം അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മണ്ഡലം തൊടാതെ തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടായിത്തീരുമെന്ന് ഞാൻ പറയുന്നു. അല്ല, അഖിലേന്ത്യാ പിന്നെ അടിസ്ഥാനത്തിൽ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിന് വമ്പിച്ച പ്രതികരണം ഉണ്ടാവും. ഈ ആലോചന അവർ നടത്തിയപ്പോൾ തന്നെ അവർ തങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. പിന്നെ ഞങ്ങളായിട്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. രാവിലെ മുതൽ ടെലിഫോൺ ഉണ്ടായിരുന്നു. അപ്പം തന്നെ താങ്കൾ അതിന് വളരെ അനുകൂലമായ പ്രതികരണം പറഞ്ഞിട്ടുണ്ട്. വളരെ നന്നായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും സൗത്ത് ഇന്ത്യയിലും മുഴുവൻ വലിയ ബൂമുണ്ടാക്കും. അപ്പോൾ കോൺഗ്രസ് തരംഗാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. മത്സരിക്കുന്ന കാര്യത്തിലൊരു പൂർണ്ണ തീരുമാനമായിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത് അല്ലേ? അല്ല, ഇനിയിപ്പോൾ അവർ പറയുകയാണെങ്കിൽ അതെ, എത്തിയാൽ തീർച്ചയായും ഞങ്ങൾ സപ്പോർട്ടുണ്ടാവും. ഔദ്യോഗികമായ പ്രഖ്യാപനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വലിയ പ്രതീക്ഷയിലായി. തങ്ങൾ പറഞ്ഞത് അങ്ങനെ തീരുമാനം വരികയാണെങ്കിൽ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. മണ്ഡലം തൊടാതെ ജയിപ്പിക്കും എന്നാണ് പറഞ്ഞത്. ഒരു മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് അമേത്തിക്കൂടെ ഒരു മണ്ഡലത്തിൽ സുരക്ഷിതത്വം അല്ലാത്തതുകൊണ്ടാണ് വയനാട് പോലെ സുരക്ഷിത സീറ്റ്. അല്ല, അതൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത ചർച്ചയായിരുന്നു. കാരണം ഇതിനു മുമ്പും പ്രധാനമന്ത്രിമാർ 2 കോൺസ്റ്റിറ്റ്യൻസിൽ മത്സരിച്ചു. കഴിഞ്ഞതിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി മോഡി മത്സരിച്ചില്ല. അതുകൊണ്ട് കാരണം ഇത് രാഷ്ട്രീയ കാരണങ്ങളാൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണം എന്നതിന് മുമ്പ് തന്നെ എല്ലാവരും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ്, റിക്വസ്റ്റ് ചെയ്തതാണ്. തീരുമാനം വരികയാണെങ്കിൽ എല്ലാവരുടെയും അഭ്യർത്ഥന അദ്ദേഹം മാനിക്കുന്നു എന്ന് മാത്രമേ അഭിപ്രായം. ബി ജെ പി പറയേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ് അത് ബി ജെ പി പറയേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ്. കോടിയേരി പറയേണ്ടതല്ല, അത് ബി ജെ പി പറയേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ വിജയത്തിൻ്റെ ഒരു വെന്നിക്കൊടി പറപ്പിക്കും. തങ്ങൾ പറഞ്ഞതുപോലെ അതൊരു അത്ഭുതം തന്നെ സൃഷ്ടിക്കും. കേരളത്തിലെ എല്ലാ സീറ്റിലും 20 സീറ്റിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. എല്ലായിടത്തും അല്ലെങ്കിൽ തന്നെ തരംഗമാണ്, സൂപ്പർ തരംഗാവും, സംശയം വേണ്ട.